ഒരു ബ്രൗൺ ഡെസ്കിനെ വൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. പിന്നെ ഒരു 3-in-1 ഗ്ലൂ ആയിരുന്നു. അതിലൊരു ക്ലിയർ ഗ്ലൂവും പിന്നെ ഒരു വൈറ്റ് ഗ്ലൂ പിന്നെ ഒരു സ്റ്റിക്കും ആയിരുന്നു. നല്ല യൂസ്ഫുൾ ആണത്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു ക്യൂട്ട് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ആയിരുന്നു. അതിൻ്റെ പേർപ്പിളും പിങ്കും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സ്റ്റിക്കി നോട്ട്സ് ആണ്. അത് നമ്മളൊരു ടുലിപ്പിനെ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വാങ്ങിയത്. പിന്നെ ഉള്ള ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു സംഭവമാണ് ഇതിൽ വാങ്ങിയതിൽ വെച്ചിട്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ബൈൻഡർ ക്ലിപ്സ് പോലത്തെ ഒരു സംഭവമാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ത്രെഡും നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് ഹാങ്ങിങ്ങിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. എന്തായാലും ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. പിന്നെയെന്ന് പറയുന്നത് ഒരു ബുക്കിൻ്റെ ഒരു സെറ്റാണ്. ഒരു എന്താ പറയുക, ഒരു 4 ബുക്കുള്ളൊരു കുഞ്ഞ് സെറ്റാണ്. മിനി ബുക്സിൻ്റെ ഒരു സെറ്റാണ്. അപ്പം ഇതൊരു ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുറച്ച് ബുക്കാണ്. ഇപ്പം ഞാനിത് കാണിച്ചു തരാം. ഇതിൽ വന്നിട്ടുള്ളത് ലൈനായിട്ടുള്ളത്, പിന്നെ ഗ്രിഡ് ലൈൻസ് ഉള്ളത്, പിന്നെ ഡോട്ടഡ് ആയിട്ടുള്ളതും പിന്നെ പ്ലെയിൻ ആയിട്ടുള്ളതും ആണ് ഇതിൻ്റെ ഡയറീസ് വരുന്നത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടുത്തെ ഓരോരോ പാറ്റേൺസ്. ഇത് നല്ല യൂസ്ഫുൾ ആണ്. നല്ല അഫോർഡബിൾ റേറ്റിനാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 4 പാറ്റേൺസ് ഉണ്ട്. അതുകൊണ്ടാണ് എനിക്ക് മെയിനായിട്ടും ഇഷ്ടപ്പെടാനുള്ള കാരണം. ഇതൊക്കെ നമ്മൾ പിന്നെ ജേർണൽ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയാണ്. മിനി ജേർണൽ, അങ്ങനത്തെ മൂഡ് ട്രാക്കർ, അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള കുറച്ച് ഡയറീസ് ആണിത്. പിന്നെ ഇത് ഞാൻ കാണിച്ചു തരുന്നത്, ഞാനൊരു പേർപ്പിളും പിങ്കും വാങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പിങ്കാണിത്. ഈ 2 ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ബൈൻഡർ ക്ലിപ്സ്. ഇത് നമ്മൾ പേപ്പർ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. പിന്നെ ഇതൊരു എൻവലപ്പാണ്. ഇതുപോലെ തന്നെ കുറച്ച് കാർഡ്സ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സ്റ്റാൻഡാണ്. സ്റ്റാൻഡ് വിത്ത് ക്യാൻവാസ് ആണിത്. ഇത് നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു സംഭവം തന്നെയാണ്. അത് ഞങ്ങളിപ്പോൾ അൺബോക്സ് ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള ഈ ഒരു ബാസ്ക്കറ്റ് ആയിരുന്നു. ഈ ബാസ്ക്കറ്റിൽ ഇപ്പം നമുക്ക് കുറച്ച് വലിപ്പമുള്ളൊരു ബാസ്ക്കറ്റാണ്. എന്നാലും ഭയങ്കര വലിപ്പമില്ല, കുറച്ചുള്ളത്. അതാകുമ്പോൾ കുറച്ചും കൂടി ക്യൂട്ടായിട്ട് ഒരു വൈറ്റനായതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെടാനുള്ള മെയിനായിട്ടുള്ള റീസൺ. അപ്പം ഇത് നോക്കുകയാണെങ്കിൽ ഒരു ഡെസ്കിനൊരു നീറ്റ്നെസ് തന്നെ തരുന്നുണ്ട്. ഇതിങ്ങനെ നിൽക്കുമ്പോൾ എന്താ പറയുക, ഒരു നല്ലൊരു ഇത് കിട്ടുന്നുണ്ട്. പിന്നെ എന്ന് പറയുന്നത് ഇതിൻ്റെ പേരെന്താ സംഭവം എനിക്കറിയില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഒരു ഗ്രീറ്റിംഗ് കാർഡ്സോ അങ്ങനെയും പറയാം നമുക്ക്. പിന്നെ അത് ഞാനിപ്പോൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്യാണ്. അപ്പോൾ അത് ഇതിൽ കുറേ ഐറ്റംസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇതിൽ തന്നെ കുറേ സ്റ്റിക്കേഴ്സ്, അങ്ങനെ ഇത് സംഭവം കുറേ പാറ്റേൺ പേപ്പേഴ്സൊക്കെ ആയിട്ടുള്ള ഒരു കാർഡ്സാണ്. കുറേ വലിയ കാർഡ്സും പിന്നെ ചെറിയ കാർഡ്സും ഉണ്ടാക്കുന്നത് കണ്ടില്ലേ. ഇവിടെ കുറേ സ്റ്റാമ്പ്സ്, പിന്നെ അത് ഇങ്ങനെ താങ്ക് യു എന്ന് പറഞ്ഞിട്ടുള്ള ബെസ്റ്റ് വിഷസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് കുറച്ച് സ്റ്റാർസും. പിന്നെ ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ പാറ്റേൺ പേപ്പേഴ്സ്. കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ഒരു എൻവലപ്പ് പോലെ സെറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പാറ്റേൺ പേപ്പേഴ്സാണിത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിങ്കും ഗ്രീനും തീമിലായിരുന്നു ഇത് വരുന്നുണ്ടായിരുന്നത്. പിങ്കിൽ വന്നുകൊണ്ട് അത് ഞാൻ ക്യൂട്ടാക്കിയിട്ടും ഗ്രീനിൽ വന്നുകൊണ്ട് അത് ഞാൻ എസ്തെറ്റിക്കുമായിട്ടാണ്. പിന്നെ ഈ പേപ്പേഴ്സ് ചെറുതായിട്ടൊന്ന് ചുളിഞ്ഞിട്ടുണ്ട്. അതും പിങ്കും ഗ്രീനിലും വരുന്നതാണ്. അതിൽ വെച്ചിട്ട് ഒട്ടിക്കാനുള്ള സംഭവങ്ങളാണ്. പിന്നെ ഇത് കുറച്ച് ഒരു കാർഡ്സാണ്, കുറച്ച് വിൻറ്റേജ് കാർഡ്സ്. ഇത് നമ്മളെ വാളിലൊക്കെ ഒരു പോസ്റ്റേഴ്സ് പോളറൈഡ് പോലെ ഒട്ടിക്കുന്നൊരു സംഭവമാണ്. പോളറൈഡ് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇങ്ങനത്തെ ഒരു കാർഡാണ്. ഉള്ളിലൊന്നുമില്ല, പുറത്ത് മാത്രം ഒരു ചെറിയൊരു ഫ്ലവർ വേസ് എന്നിട്ട് താഴത്ത് താങ്ക് യു എന്ന് എഴുതിയിട്ടുള്ളൊരു കാർഡാണിത്. പിന്നെ പറയുന്നത് ഈ സംഭവം ഞാൻ കർസീവിൽ എന്തെങ്കിലുമൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് നിങ്ങൾക്ക് കാണാം. അപ്പം AB അതിൻ്റെതാണ്. അതിങ്ങനെ ഓരോന്ന് എഴുതുമ്പോൾ നമുക്ക് കർസീവിൽ എഴുതാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യില്ലേ, അതാണിത്, ആൽഫബറ്റ്സിൻ്റെ. പിന്നെ എന്ന് പറയുന്നത് ഒരു ഫേബർ ക്ലാസ്റ്റിൻ്റെ. ഇതൊക്കെ ഒരു കിറ്റായിരുന്നു, അതിലുള്ളതാണ്. ഇത് ഒരു 8 മോഡലിംഗ് ക്ലേ ആണ്. അത് നല്ലതാണ്. പിന്നെ എന്ന് പറയുന്നത് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ളൊരു സംഭവമായിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു മെമ്മോ
പാഡ് എന്നും പറയാൻ പറ്റില്ല, ഒരു ബിഗ് ആയിട്ടുള്ള എന്താ പറയുക, നമ്മുടെ പ്ലാനൊക്കെ എഴുതി വെക്കാൻ പറ്റിയ ഒരു ദിവസം ടു ഡു ലിസ്റ്റും റിമൈൻഡേഴ്സും എല്ലാം കൂടി ഒരുമിച്ച് ചെയ്താൽ നമുക്ക് ഇതൊരു A4 സൈസ് സംഭവമാണ്. ഇതിൽ ഡേറ്റും പ്ലാനും എഴുതാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുറേ പേജസ് ഉണ്ട്. ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് നമ്മൾ കുട്ടികളെ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മൾ കവറിൽ ഇതാക്കി വെച്ചതായിരുന്നു ഇത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അക്രിലിക് പെയിൻ്റ് ആയിരുന്നു, അതിൻ്റെ കൂടെ ഒരു പെയിൻറ്റിങ് ബ്രഷും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു അക്രിലിക് പെയിൻറ്റ്. ഇത് പേസ്റ്റിലല്ല, ഇതൊരു ഡാർക്ക് കളേഴ്സിൻ്റെയാണ്. പിന്നെ ഇതൊരു ഡയറിയാണ്. ഇത് നമ്മൾ അൺബോക്സ് ചെയ്തിട്ടില്ല, ഇത് നമുക്ക് അൺബോക്സ് ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ക്യൂട്ടായിട്ടുള്ള ഇവിടെ കുറച്ച് ഡേയ്സി ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ കുറേ ക്ലിപ്പായിട്ട് പിന്നെ നമുക്കൊരു ബുക്ക് പോലെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് അൺബോക്സ് ചെയ്യാം. ഇങ്ങനെയുള്ളൊരു ഡയറിയാണത്. നല്ലൊരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. തൊട്ടൊക്കെ നോക്കിയപ്പം എന്താ പറയുക, നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതൊരു ബുക്ക് മാർക്ക് ഉണ്ടായിരുന്നു. അതിൽ പാറ്റേൺസ് എന്ന് പറയുന്നത് അങ്ങനെയല്ല, ലൈൻസ് മാത്രമായിട്ടുള്ള കുറച്ച് പാറ്റേണിനും. അപ്പോൾ ഇത്രേ ഉള്ളൂ. അതിൽ എന്നാലും കുറച്ച് പേജ് ഉണ്ടായിരുന്നു. പിന്നെ സൈഡിലുള്ള ക്ലിപ്പ് അത് നമുക്ക് ഉള്ളിൽ നിന്ന് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു പെൻ ഹോൾഡറാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഡോളൊക്കെ ആയിട്ടൊരു ട്രാൻസ്പെറൻറ്റ് ഒരു പെൻ ഹോൾഡറാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഇതിലിപ്പം എനിക്ക് കുറേ കാര്യങ്ങൾ ഇഷ്ടമായിട്ടുണ്ട്. ആ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്, പിന്നെ ആ ഒരു ബാസ്ക്കറ്റ്, അങ്ങനത്തെ ഒക്കെ കുറേ ആയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിലും കൂടി ഞാൻ ഇത് ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളിപ്പോൾ കുറേ ക്രാഫ്റ്റ്സ് പിൻട്രസ്റ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് പെൻ ഹോൾഡേഴ്സ് അങ്ങനെയൊക്കെ ഉള്ളത് അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. പിന്നെ എന്ന് പറയുന്നത് വേറൊരു ഡയറിയാണ്. ഇതൊരു മിനി ഡയറിയാണ്. ഇതിൻ്റെ മുന്നിൽ തന്നെ യു ആർ ദ ബെസ്റ്റ് അങ്ങനെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ യു ആർ ദ വൺ ഐ ലവ് ദ മോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം ഇത് എനിക്ക് കണ്ടപ്പോഴേ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു മാഗ്നറ്റി ടൈപ്പാണ്. സൈഡിൽ നമുക്ക് ഒരു മാഗ്നറ്റ് ആയിട്ടുള്ള അങ്ങനെ വരുന്ന സംഭവമാണ്. ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാം. അത് ഇങ്ങനെയാണ് ഇത് വന്നിട്ടുള്ളത്. ഇവിടെ ഒരു മാഗ്നറ്റ് പോലെയാണ് നമുക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അത് തുറക്കുമ്പോൾ ഇതും ലൈനായിട്ടുള്ളതാണ്. നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റില്ല ഇതെങ്ങനെയുള്ളതാണ്. നമ്മൾ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് വേറൊരു ഇതായിരുന്നു. പിന്നെ ബുക്ക് മാർക്ക് ഇതിലത് അറ്റാച്ച്ഡ് ആയിട്ടുള്ളതല്ല, ഒരൊറ്റൊന്നായിട്ടുള്ള താഴത്തെ അറ്റാച്ച്ഡല്ല, മുകളിൽ മാത്രം
എല്ലാ സംഭവം